PM എ സലാം നമുക്കൊപ്പമുണ്ട്. ശ്രീ PM എ സലാം, വെരി ഗുഡ് ഈവനിങ് PM എ സലാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വലിയ കോൺഫിഡൻസിലാണ് ലീഗ്, പ്രത്യേകിച്ചും എന്നറിയാം. കഴിഞ്ഞ തവണ 22 സീറ്റിൽ മത്സരിച്ച് 15 സീറ്റുകളിൽ വിജയിച്ചു. അത് അത്ര മോശം പെർഫോമൻസ് ആയിരുന്നില്ല. UDF താഴേക്ക് പോയ സാഹചര്യത്തിലും നല്ലൊരു സ്ട്രൈക്ക് റേറ്റ്, ഭേദപ്പെട്ടൊരു സ്ട്രൈക്ക് റേറ്റ് UDFിൽ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. 15 ഇടങ്ങളിൽ നിങ്ങൾ വിജയിച്ചു. 90 സീറ്റിൽ മത്സരിച്ചിട്ട് 22 സീറ്റുകളിലേക്ക് കോൺഗ്രസ് പോയ സാഹചര്യമാണ്. ഇക്കുറി സാഹചര്യം വ്യത്യസ്തമാണ്. UDFിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടെന്ന് കരുതുന്നു. പക്ഷേ PM എ സലാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൈനോറിറ്റി കൺസോളിഡേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതെങ്ങനെയാണ് UDFിനെ സ്വാധീനിക്കാൻ പോകുന്നത്? അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിശ്ചയിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ മാത്രമായി PM എ സലാം? ഞാനത് വിശ്വസിക്കുന്നില്ല. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ UDF വിരുദ്ധ പക്ഷത്തു നിന്നും ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് 10 കൊല്ലത്തെ ഭരണം കേരളീയ സമൂഹത്തിന് നൽകിയ നിരന്തര പീഡനങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ കൺസോളിഡേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് മൈനോറിറ്റി കൺസോളിഡേഷനാക്കി മാറ്റി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടാനുള്ള ശ്രമം മറുഭാഗത്തു നിന്ന് നടത്തിയതാണ് ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിന്മേൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതും. അങ്ങനെ സാമുദായികമായ ഒരു ധ്രുവീകരണമോ ഏകോപനമോ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല. കേരളത്തിലെ മതേതര സമൂഹം, മതനിരപേക്ഷ സമൂഹം ഒറ്റക്കെട്ടായാണ് രാജ്യത്തിലെ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിനെതിരായുള്ള ഏകോപനം, കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. ശരി, അതിനെ ഭരണവിരുദ്ധ വികാരം എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സമുദായ നേതാവ് നടത്തിയ വർഗീയ പ്രസംഗങ്ങൾ, അതിനോട് അങ്ങ് ഈ പറയുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന മതേതര മനസ്സുള്ളവരെ പോലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരം നിലപാടുള്ളവർ, വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകളോട് സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്ന അഭിപ്രായമുള്ളവർ ഒരുമിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഒരു ഏകീകരണമായി വിലയിരുത്തുന്നുണ്ട്. അല്ല, ഒരു സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിൽ ഇതും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഒറ്റപ്പെട്ടതാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തെ കൊണ്ട് ചില ആളുകൾ ബോധപൂർവം പറയിപ്പിച്ചതാണ്. അങ്ങനെ പറഞ്ഞ ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് പൊന്നാണ നൽകുകയും അവരെ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് നടക്കുകയും അവരെ ഉത്ബുദ്ധ സമിതിയുടെ നേതാവാക്കി പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്ത നടപടി രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ബോധപൂർവം ഭരണകക്ഷി ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ആ ഭരണകക്ഷിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അതിനെ ന്യൂനപക്ഷ ഏകീകരണം എന്നല്ല, ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾക്ക് എതിരെയുള്ള കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉണ്ടായത്. ശ്രീ PM എ സലാം, യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു CPM BJP ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിസൾട്ട് വരാൻ മണിക്കൂറുകൾ അവശേഷിക്കവേ അങ്ങേക്ക് പറയാൻ കഴിയുമോ ശ്രീ PM എ സലാം? തീർച്ചയായും പറയാൻ കഴിയും. കാരണം BJPയുടെ നയം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. CPM പറഞ്ഞത് കോൺഗ്രസ് രഹിത കേരളമാണ്. ഇത് രണ്ടും ഒന്നാണ്. ഇതിനു വേണ്ടി ഭരണത്തുടർച്ച കിട്ടാൻ വേണ്ടി CPM-ഉം കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി BJPയും സഹകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സഹകരിച്ചിരുന്നു എന്ന് ആ കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയ, മധ്യസ്ഥം നൽകുന്ന സന്യാസിമാർ വ്യക്തമാക്കിയതാണ്. അത് കുറച്ചുകൂടി വിശാലമായ വിപുലമായ രൂപത്തിൽ ശ്രീസലാം, അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ ആ ഡീൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ആ ഡീലിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ആ ഡീല് കഴിഞ്ഞ തവണ ഉണ്ടായിട്ട് പോലും വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സീറ്റ് പോലും BJPക്ക് കേരള നിയമസഭയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ കേരളം ഈ ഡീലിനെ അംഗീകരിക്കില്ല. ഇത്തരമൊരു ഡീൽ ഉണ്ടായാൽ പോലും UDFന് കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയും.
ഡോക്ടർ PM.S. സലാം, ഇന്നിപ്പോ വൈകുന്നേരം UDF-ന്റെ നേതാക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഞങ്ങൾ നേരത്തെ TP രാമകൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ ചോദിച്ചു നാളെ എവിടെ വെച്ചാണ് കൗണ്ടിങ് കാണുന്നത് എന്നുള്ളതൊക്കെ. അങ്ങ് എവിടെ നിന്നാണ് നാളെ കൗണ്ടിങ് കാണുന്നത്? UDF-ന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കൾക്കൊപ്പം UDF-ന്റെ നേതാക്കളും വരുന്നുണ്ടോ തലസ്ഥാനത്തേക്ക്? UDF-ന്റെ തലസ്ഥാനത്തുള്ള നേതാക്കളൊക്കെ തലസ്ഥാനത്തുണ്ടാവും. മറ്റു പല നേതാക്കളും അവരവരുടെ നാട്ടിലിരുന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ 3 കൗണ്ടിങ് ബൂത്തുകളുണ്ട്. 3 മണ്ഡലങ്ങൾ എൻ്റെ നാട്ടിൽ വെച്ചാണ് എണ്ണുന്നത്. ഞാൻ എൻ്റെ നാട്ടിലും പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. തിരുവനന്തപുരത്തുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തിരുവനന്തപുരത്തും ഉണ്ടാവും. ഈ ശ്രീ PM.S. സലാം, ഇത്തവണ ഒട്ടേറെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ തവണയും നിർത്തുന്നതിനും അപ്പുറത്തേക്ക് നോക്കൂ, പേരാമ്പ്രയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, കൂത്തുപറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായി പൊതുസമൂഹം അംഗീകരിച്ചൊരു കാര്യം കൂടിയാണ്. അപ്പം ഈ രണ്ടുപേരിൽ ഒരാൾ നിയമസഭയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ശ്രീ PM.S. സലാം? രണ്ടുപേരും എത്താനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. അത് കുറച്ചൊരു ആത്മവിശ്വാസം, കടന്നൊരു ആത്മവിശ്വാസമല്ലേ ശ്രീ സലാം? അല്ല, നിങ്ങൾ എന്തിനാ രണ്ടുപേരിൽ ഒരാളെ ഒഴിവാക്കുന്നത്? രണ്ടുപേരും എത്തട്ടെ. മുസ്ലിം ലീഗ് വളരെ പുരോഗമനപരമായ ഒരു സ്റ്റെപ്പ് എടുത്തു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിനെ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ പിന്തുണയ്ക്കില്ലേ? അതിനോടൊപ്പം നിൽക്കില്ലേ? ശ്രീ PM.S. സലാം, ഡോക്ടർ അരുൺകുമാർ അതിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി 100% പൊതുസമൂഹത്തിന്റെ ചിന്ത എന്താണെന്ന് വ്യക്തമായല്ലോ. 100% ആ ദിവസം ഞാൻ തന്നെയാണ് പറഞ്ഞത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എനിക്കൊന്ന് 96-ലാണെന്ന് തോന്നുന്നു, അന്ന് ഖബറുന്നീസ അക്ബറിനെ മറ്റുമാണെന്ന് തോന്നുന്നു, കോഴിക്കോട് മത്സരിപ്പിക്കാനെടുത്ത തീരുമാനം. അതിനുശേഷം ഏകദേശം 30 വർഷത്തിനിപ്പുറം 2 സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു. ഒന്ന് ജയന്തിയെയും ഒന്ന് ഫാത്തിമ തഹ്ലിയെ നിശ്ചയിക്കുന്നു. രണ്ട് സ്ഥാനാർത്ഥികൾ ആദ്യമായി വരുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായി തന്നെ കണക്കാക്കണം. അത് 10% ഉണ്ട് താനും അല്ലേ? 22 രണ്ടുപേരും. അത് കേരള മതനിരപേക്ഷ ശക്തികളുടെ ഒരു ചിന്തയാണത്. ആ ചിന്ത തന്നെ 2 മണ്ഡലത്തിലും ജയിക്കാൻ ഞങ്ങൾക്ക് കാരണമാവും. ഞാൻ ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഒരു അറിയാൻ വേണ്ടിയുള്ള കൗതുകം കൊണ്ടാണ്. ഈ ലീഗിന്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നത് ആർക്കായിരിക്കും? മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും? ഇപ്പോഴുള്ള കണക്കനുസരിച്ച് മലപ്പുറത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഒരു റെക്കോർഡ് ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടും അല്ലേ? നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അങ്ങനെയാണ്. ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മണ്ഡലം ഏതായിരിക്കും ശ്രീ PM.S. സലാം? അതായത് നമ്മൾ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, പുനലൂരിൽ നിന്ന് അങ്ങ് പറയരുത്, കാര്യം പുനലൂർ വലിയ സാധ്യത കുറവാണ്. പക്ഷെ അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ വെല്ലുവിളി നേരിടുന്ന മണ്ഡലം ഏതായിരിക്കും? ടു ബി റിയലിസ്റ്റിക്. എങ്ങനെയാണോ? അല്ല, 4-5 മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൽ മത്സരിക്കുന്ന 3-4 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിലൊന്ന് തിരുവമ്പാടിയല്ലേ ശ്രീ PM.S. സലാം? അല്ല, തിരുവമ്പാടി അത്രമാത്രം വലിയ വെല്ലുവിളി ഞങ്ങൾ ടഫില്ല. അത് ഏതാണ്ട് ജയം ഞങ്ങൾക്ക് ഉറപ്പാണ്. തിരുവമ്പാടി കോൺഫിഡൻസ് ഉണ്ട്. തിരൂർ എങ്ങനെയാണ് ശ്രീ PM.S. സലാം? തിരൂർ ഒരു കാലത്ത് ഞങ്ങൾ പരാജയപ്പെടാത്ത മണ്ഡലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവും ആ കാര്യത്തിൽ മഞ്ചേശ്വരത്ത് ആശങ്കയുണ്ടോ? തവനൂർ ഇങ്ങോട്ട് പോകുമോ? കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ 2 തവണയായി ഞങ്ങൾ പരാജയപ്പെട്ട താനൂർ ഇത്തവണ ഞങ്ങൾ പിടിച്ചെടുക്കും. ശ്രീ PM.S. സലാം, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100 സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. അതിലത്ര ലീഗിന്റെ എത്ര MLA-മാരുണ്ടാവും? അല്ല, 100 സീറ്റിലധികമായി UDF അധികാരത്തിൽ വന്നാൽ 20+ കൂടി മുസ്ലിം ലീഗ് ആ കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, അപ്പൊ PM.S. സലാം എല്ലാവിധ ആശംസകളും നേരുന്നു. 100 സീറ്റിലധികം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നാളെ നമുക്ക് അടുത്ത കാലത്ത് ലീഗ് പ്രവർത്തിച്ചു വരുന്ന ചിട്ടയായ പ്രവർത്തനം ലീഗാണെന്ന് പറയാം. തന്നെ അങ്ങയും അങ്ങയുടെ പാർട്ടി ഞങ്ങൾ അഭിനന്ദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കേഡർ പാർട്ടിയുടെ പ്രവർത്തനം SIR വരുന്നത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ എങ്ങനെ ചിട്ടയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കാണിച്ച പാർട്ടിയാണ് ലീഗ്. SIR-നെ വളരെ ഗൗരവത്തോടുകൂടി കണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരുപക്ഷെ CPM-ന് പോലും
നിങ്ങൾ ഒരു പാഠമായി മാറി എന്നുള്ളതാണ് ഫീൽഡിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ്. അക്കാര്യത്തിൽ ലീഗിന്റെ മാത്രം മണ്ഡലങ്ങളിലല്ല കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലും കൈമേയി മറന്ന് ലീഗ് ലീഗിന്റെ പ്രവർത്തകരാണ് അണികളുണ്ടായിരുന്നു. ഇറങ്ങിയത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ അല്ല, ഈ വയനാട്ടിലെ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അകത്ത് ലീഗ് എടുത്ത നിലപാടുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ UDF പിടിച്ചു നിർത്തിയത് ആ സ്ഥലത്ത്. മനസ്സിലായി, വലിയൊരു UDF നാളെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ശ്രീ PMA സലാം ലീഗിന് അഭിമാനിക്കാം. ഈ തെരഞ്ഞെടുപ്പ് അത്രമേൽ വളരെ ചിട്ടയായിട്ടാണ് ലീഗ് കോർഡിനേറ്റ് ചെയ്തത്. അതിന് പഴി ഒരിക്കലും ലീഗ് കേൾക്കേണ്ടി വരില്ല. താങ്ക് യു ശ്രീ PMA സലാം. തീർച്ചയായും. മാത്രമല്ല, നിങ്ങൾ വയനാട് പറഞ്ഞുകൊണ്ട് പറയാണ് 4-ാം തീയതി നാളെ കഴിഞ്ഞാൽ വയനാട്ടിൽ ഞങ്ങൾ കൊടുത്ത വീട് മാത്രമല്ല സർക്കാർ വക ജനങ്ങൾക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയും ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യുന്ന വീടുകൾ കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിലാകും. അതും അവിടെ പ്രദേശത്തെ ഇരകൾക്ക് ഗുണകരമായ രീതിയിൽ ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. അതെ, ഗംഭീരമായ പ്രഖ്യാപനമാണല്ലോ ഇത്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. ബ്രേക്കിംഗ് ആണ്. വളരെയധികം നന്ദി ശ്രീ PMA സലാം ഞങ്ങളോട് സംസാരിച്ചത്. സലാം ഈസ് ആൾവേസ് സലാം. താങ്ക് യു സലാം. അപ്പോൾ PMA സലാമാണ് നമുക്കൊപ്പം ചേർന്നത്. അതൊന്നും നിങ്ങൾ ഇഷ്യൂ ആക്കി എടുക്കേണ്ടതാണ്. അതെ.